അപ്പം ഓവർ സബ്സ്ക്രിപ്ഷനെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. എ ലിമിറ്റഡ് കമ്പനിയുടെ പേരാണ് എ ലിമിറ്റഡ് ഹാസ് ആൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് 5 lakh എന്ത് ചെയ്യാം റേസ് ചെയ്യാൻ പറ്റും. അത് ഡിവൈഡഡ് ഇൻറ്റു ഷെയർസ് ഓഫ് 10 each അല്ലെ. 5 lakh റേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ 5 lakhനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 10ന്റെ ഷെയർ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ എത്ര ഷെയർ ഉണ്ടാവും? 50,000 ഷെയർ ഉണ്ടാവും. ഓക്കെ. Then the company issued 20,000 shares. ഇതിനെ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയോ? നോ. 50,000 ഓതറൈസ്ഡ് ഉണ്ട്. കമ്പനി എത്ര ചെയ്യാൻ വിചാരിച്ചു? 20,000 ചെയ്യാൻ വിചാരിച്ചു. ഇതിൽ പബ്ലിക് എത്ര ചെയ്യുന്നു? 20,000-നേക്കാൾ കൂടുതലാണെങ്കിൽ ഓവർ എന്നും കുറവാണെങ്കിൽ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ഓവർ ആണോ അണ്ടർ ആണോ. ഓൾ മണി വേർ ഡ്യൂലി റിസീവ്ഡ്. എല്ലാ എമൗണ്ടും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓൺ അപ്ലിക്കേഷൻ 3 രൂപയാണ്. 3 രൂപ. ഓൺ അലോട്ട്മെന്റ് 2 rupees. Then first goal 2.5, then second goal 2.50. Then application were received for 25,000. എത്രയാ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ നോക്കി മക്കളെ? 20,000 ആണ്. എത്രയാ നമുക്ക് വന്നിരിക്കുന്നത്? 25,000. സോ ദിസ് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് 20,000 വെച്ചിട്ട് 25,000 കൊടുക്കാൻ പറ്റുമോ? നോ. ഒന്നുകിൽ എന്ത് ചെയ്യണം? പ്രപ്പോർഷൻ ആക്കണം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യണം. നമ്മളോട് എന്ത് ചെയ്യാനാ പറഞ്ഞത് നോക്കാം. ദി എക്സസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ അധികം വന്നത് 5,000 ഷെയറിന് അധികം വന്നില്ലേ? എക്സസ് എമൗണ്ട് റീഫണ്ടഡ്, അത് റീഫണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പാസ് ദി ജേണൽ എൻട്രി. ഇതാണ് നമുക്ക് തന്ന വർക്ക്. അപ്പൊ നമ്മൾ ഇതിന്റെ ജേണൽ എൻട്രിയിലേക്ക് പോകുന്നു. ആദ്യ ജേണൽ എൻട്രി വരുന്നത് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതാണ് മക്കളെ. ശ്രദ്ധിച്ചോളൂ. ജേണൽ എൻട്രി നിങ്ങൾ ഫോർമാറ്റ് വരച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ അല്ലെ. ടു ഷെയർ അപ്ലിക്കേഷൻ. എത്ര എമൗണ്ടിനാണ് അപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്? 25,000-നാണ് അല്ലെ. എത്ര രൂപയായിരുന്നു അപ്ലിക്കേഷൻ മണി വരുന്നത്? 3 രൂപ അല്ലെ. ഓക്കെ. 25,000 ഇൻറ്റു 3 ആണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇത് 20,000 ഇൻറ്റു 3 ആണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ 50,000 ഇൻറ്റു 3 ആണോ ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഓർ ബി ഓർ സി? ഓപ്ഷൻ എ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം ഇതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു അഡ്വാൻസ് തന്നല്ലേ. അഡ്വാൻസ് തന്നെ അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യാം. ബാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുക? 20,000-ന്റെ മുകളിൽ ചെയ്യാം. ഓക്കെ. തെറ്റിപ്പോരുത്. ഓക്കെ. അപ്പൊ അപ്ലിക്കേഷൻ കിട്ടിയത് ബാങ്കിൽ കിട്ടിക്കഴിഞ്ഞു. എത്ര? 25,000 ഇൻറ്റു 3 കിട്ടിയില്ലേ? എത്ര വന്നിട്ടുണ്ടാവും? 75,000 വന്നിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. 75,000 വന്നിട്ടുണ്ട്. ഓക്കെ. നമുക്ക് എന്ത് എഴുതാം? നരേഷൻ അപ്ലിക്കേഷൻ അല്ലെ. അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. മണി റിസീവ്ഡ് എണ്ണമൊക്കെ കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കും. ഓക്കെ. നോ പ്രോബ്ലം. അപ്പൊ ഫസ്റ്റ് ജേണൽ എൻട്രി നമ്മൾ എഴുതി. രണ്ടാമത്തെ ജേണൽ എൻട്രി നമ്മൾ കണക്കിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചത് എത്രയാണ്? 20,000. അതിനെ മാത്രമേ നിങ്ങൾ ഷെയർ ക്യാപിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ് ജേണൽ എൻട്രി നമ്മൾ പഠിച്ചത് അല്ലെ. ടു ഷെയർ ക്യാപിറ്റൽ. നോക്കിക്കണം മക്കളെ. 75,000 രൂപ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഈ 75,000 വന്നിരിക്കുന്നത് എങ്ങനെയാണ്? 25,000 ഷെയറിനുള്ള 3 രൂപ അപ്ലിക്കേഷൻ ആണ്. പക്ഷെ ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ കൊടുക്കുന്ന എത്രയേ ഉള്ളൂ? 20,000 ഇൻറ്റു 3 മാത്രമേ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് കൊണ്ടുപോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 60,000 ഇവിടെ വരും. ഓക്കെ. 60,000. ഓക്കെ. ഇത് മനസ്സിലാകാൻ എഴുതിയാണേ. അങ്ങനെയാണെങ്കിൽ മക്കളെ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. എത്ര? 15,000-ന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ 5,000 ഷെയറിന്റെ 3 രൂപ വെച്ചിട്ട് അല്ലെ. ഇത് നമ്മളോട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് തിരിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പം ബിസിനസ്സിലേക്ക് വന്നപ്പോ ബൈ ബാങ്ക് ആണ് നമ്മൾ എഴുതിയത്. ശരിയല്ലേ? ബിസിനസ് പോവുകയാണെങ്കിലോ ടു ബാങ്ക്. എന്ത് എഴുതും? ടു ബാങ്ക്. വന്നത് അതേപോലെ നമ്മൾ വിട്ടു. ടു ബാങ്ക്. എത്ര? 15,000. അപ്പൊ റിജക്ഷന്റെ ജേണൽ എൻട്രി ആണത്. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റലിലേക്ക് എത്രയാണോ നമ്മൾ പറഞ്ഞേക്കുന്നത് അത് പറഞ്ഞേക്കും. ടു ബാങ്ക്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന പൈസ നമ്മൾ തിരിച്ചയച്ചു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഫ്രണ്ടിനോട് എന്ത് ചെയ്തു? 5,000 രൂപ ഗൂഗിൾ പേ കടം ചോദിച്ചു. അയാൾ നിങ്ങൾക്ക് അയച്ചു തന്നു. എത്ര അയച്ചു തന്നത്? 50,000 അല്ലെ. നമ്മൾ കുടുങ്ങും. ഇതും കൊണ്ട് നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് സ്പോട്ടിൽ തന്നെ ചാർജ് തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ 45,000 തിരിച്ചു കൊടുത്തു. എന്തേ പ്രശ്നമുണ്ടോ? ഇല്ല. ഒന്നും പ്രശ്നമില്ല അല്ലെ. 50,000 വന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അല്ലെ. ക്ലിയർ? പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെ ഫ്രണ്ട് നമുക്ക് ഇല്ല എന്നുള്ളതാണ്. ഇത് 500 ആവാന്നല്ലാതെ അല്ലെ.
500 ആവാന്നല്ലാതെ അവർക്ക് 50,000 ഒന്നും പോകുന്നില്ല. ശരി, ഓക്കെ. അപ്പം ഇതാണ് റിജക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രി. ബാക്കിയുള്ളതൊക്കെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏത്? ഫസ്റ്റ് അലോട്ട്മെന്റ് ഡ്യൂ ആവുന്നു. എത്ര അലോട്ട്മെന്റ് മണി? 2 രൂപയാണ്. അലോട്ട്മെന്റ് ഡ്യൂ ആവുമ്പോൾ ജേണൽ എൻട്രി എന്താ? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ. മക്കളെ ഞാൻ ചോദിച്ചോട്ടെ, അത് 2 രൂപയാണെങ്കിൽ നിങ്ങൾ 25,000 ഇൻറ്റു 2 ആണോ, 20,000 ഇൻറ്റു 2 ആണോ, 50,000 ഇൻറ്റു 2 ആണോ? ഇനി മുഴുവൻ കണക്കും പോകുന്നത് 20,000ത്തിന്റെ മുകളിലാണ്. അതുകൊണ്ട് 20,000 ഇൻറ്റു 2 എത്ര വരും? 40,000. ക്ലിയർ? അലോട്ട്മെന്റ് കിട്ടാനുണ്ട്. ഇതിന്റെ നരേഷൻ വരുന്നത് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ ആൻഡ് എക്സസ് റീഫണ്ടഡ്. ഇതാണ് ഇതിന്റെ നരേഷൻ വരിക കേട്ടോ. ഇത് അലോട്ട്മെന്റ് ബിക്കം ഡ്യൂ. ഇനി അലോട്ട്മെന്റ് കിട്ടുന്ന എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ആണോ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ്. എത്രയാ? 40,000. അത് കിട്ടും. ഇനി അടുത്തത് ഫസ്റ്റ് കോൾ ഡ്യൂ ആണ് അല്ലെ? ജനറൽ എൻട്രി എന്താ വരിക? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. കിട്ടാനുണ്ട്. എത്രയാ മക്കളെ? 2.5 അല്ലേ? 2.5 രൂപയല്ലേ? ഓക്കെ. അപ്പൊ 2.5 രൂപ ഇൻറ്റു 20,000 എത്ര വരും? 2.5 ഇൻറ്റു 20,000 50,000 അല്ലേ? ഓക്കെ, 50,000. എന്താണ് നരേഷൻ വരിക? ഫസ്റ്റ് കോൾ ബിക്കം ഡ്യൂ അല്ലെ? ഓക്കെ. ദെൻ അത് കിട്ടുന്നു. ജനറൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ. നമ്മൾ നോക്കേണ്ടത് ഇതിനെ ക്ലോസ് ചെയ്യണം. ഇനി ക്ലോസ് ആണ് എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലെ? അതുകൊണ്ട് ടു ഷെയർ ഫസ്റ്റ് കോൾ. എത്രയാ? 50. ഓക്കെ. ഇനി സെക്കൻഡ് കോൾ ഡ്യൂ വന്നു. എന്താണ്? ഷെയർ ഓക്കെ, സെക്കൻഡ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. നരേഷൻ എന്താണ്? സെക്കൻഡ് കോൾ ബിക്കം ഡ്യൂ. എത്രയാ? 50,000 തന്നെയല്ലേ? യെസ്, 50,000. അടുത്തത് കിട്ടുന്നു. ജനറൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ സെക്കൻഡ് കോൾ എമൗണ്ട് റിസീവ്ഡ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ചെയ്തു നോക്കിക്കൂടെ? ഓക്കെ. അപ്പം ക്വസ്റ്റ്യൻ എഴുതി എടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം.